കൽപ്പനകൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ പുതിയ വിശ്വാസികൾ എന്ന നിലയിൽ പ്രാർത്ഥന എന്നുള്ളത് ഒരു അടിസ്ഥാന ഉപദേശമായി മാറുകയായിരുന്നു. പക്ഷെ ഇവിടെ പറയുന്നു അവന്റെ കൽപ്പനകൾ എന്താണെന്ന് നാം ഇന്ന് തേടി പോവുകയാണെങ്കിൽ ഏറ്റവും വലിയ കൽപ്പന അന്യോന്യം നാം സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇവിടെ അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ 17-ാം വാക്യം പറയുന്നു, എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവർ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സിൽ കാണിക്കാൻ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിച്ചു? പക്ഷെ ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ സ്നേഹമുള്ളവനാണ് പ്രാർത്ഥിച്ചാൽ എന്ത് അയച്ചാൽ അവന് ലഭിക്കും. പക്ഷെ എന്നാൽ ലോകത്തിൽ വസ്തുവകയുള്ളവർ, അതായത് ആത്മീയർത്ഥത്തിൽ ചിന്തിച്ചാൽ ഇത്രയും വലിയ രക്ഷ മൂന്നാം അധ്യായത്തിന് 1-ാം വാക്യം കാണുന്ന നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവർക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കും, ഇത്ര വലിയ സ്നേഹം, ഇത്ര വലിയ രക്ഷ ലഭിച്ചിരിക്കുന്ന നാം മറ്റുള്ളവരിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ വസ്തുവകകളിൽ ഏറ്റവും വലിയ സമ്പന്നരാണ്. നാം ഇത്ര വലിയ രക്ഷ നമുക്ക് കിട്ടിയത് ഏറ്റവും വലിയ രാജകീയ പുരോഹിത വർഗമാണ്. അങ്ങനെയുള്ള നാം മറ്റൊരു സഹോദരനെ മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സിൽ കാണിക്കാൻ ദൈവത്തിന്റെ സ്നേഹം അവനിൽ അന്വേഷിക്കും. നാം നേരത്തെ നിൽക്കേണ്ടായി നമ്മുടെ ആവശ്യം ഇല്ലെങ്കിലും മറ്റുള്ളവന്റെ ആവശ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാം. മറ്റുള്ളവന്റെ ആവശ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. മറ്റുള്ളവന്റെ പ്രാർത്ഥന ഇന്ന് നമ്മൾ ഉപദേശം വേർപാട് എന്നുള്ളൊരു ഉപദേശത്തിന്റെ പേരിൽ നാം മറ്റുള്ളവരെ സഹോദരനെ, നമ്മുടെ സഹോദരൻ ഒരു മനുഷ്യനാണെങ്കിൽ നമ്മുടെ സഹോദരനാണ്. ആ സഹോദരന്റെ വേർപാടിന്റെ പേരിൽ നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ നാം അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലൂടെ വളരെ അനുഗ്രഹമായി ഇരിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളത് പുതിയ നിയമത്തിൽ നമുക്കുള്ളൊരു കൽപ്പനയാണ്. പഴയ നിയമത്തിൽ കൽപ്പന അനുസരിച്ച് നടന്നാൽ ഒരുപക്ഷെ ദൈവം യാചിക്കുമ്പോൾ ദൈവം അത് മറുപടി നൽകും. എന്നാൽ പുതിയ നിയമത്തിൽ ഉള്ളൊരു ഏറ്റവും വലിയ കൽപ്പന അതിന്റെ 21-ാം വാക്യം, അവന്റെ കൽപ്പനയും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ ദൈവത്തിന്റെ കൽപ്പന എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇനി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ നാം ചെയ്യേണ്ട മറ്റൊരു കാര്യം, യേശുക്രിസ്തു എന്ന കൽപ്പന തന്നത് അന്യനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ശത്രുക്കളെ പോലും നാം സ്നേഹിക്കണം. ശത്രുക്കൾക്ക് വേണ്ടി പോലും നാം പ്രാർത്ഥിക്കാൻ നാം മനസ്സുള്ളവരായിരിക്കണം. പ്രാർത്ഥനയ്ക്ക് നാം കൂടുതൽ വില കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യം. ഇന്ന് നാം സ്നേഹിക്കുന്നില്ലെങ്കിൽ നാം നമ്മുടെ മനസ്സിനോട് നമുക്ക് ചോദിക്കേണ്ട അത്യാവശ്യം, നാം മറ്റുള്ളവരെ സ്നേഹിക്കാതെ നാം നമ്മുടെ ആവശ്യത്തിലേക്ക് പ്രാർത്ഥിച്ചാൽ അതിന് യാതൊരു ഫലം ഉണ്ടാവില്ല. പക്ഷേ നാം ഒരു വശം ഭക്ഷണം കൂടാതെ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഇപ്പോൾ ഓർക്കം വളർച്ചയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. പക്ഷെ ഇതിലും ഈ പുറമെയുള്ള ഒന്നുമല്ല ദൈവമാണെന്ന് സ്പഷ്ടമായി ദൈവചനത്തിൽ കാണാം. അതിന് 21-ൽ പറഞ്ഞു, പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളിവിടെ എത്ര സുഖങ്ങളും മാറ്റിവെച്ചുകൊണ്ടുവന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും നാം അത് മറ്റുള്ളവരെ കാണിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പേരിനോ ആവരുത്. കാരണം നമ്മുടെ ഹൃദയത്തിന് നമുക്കൊരു മനസാക്ഷിക്ക് നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റം വിധിക്കരുത്. കാരണം ഹൃദയം അറിയുന്നത് ദൈവമാണ്. ഇതിന്റെ മുകളിലത്തെ വാക്യം, നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ 20-ാം വാക്യം, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയൊരു എല്ലാം അറിയണം എന്ന് നമ്മുടെ ഹൃദയത്തെ അവന്റെ സന്നിധിയിൽ ഒപ്പിക്കാം. ഹൃദയം അറിയുന്നത് ദൈവമാണ്. നാം ഇപ്പോൾ പ്രാർത്ഥന വാക്കുകൊണ്ട് അല്ലെങ്കിൽ പല അക്ഷരപ്രാസങ്ങൾ കൊണ്ട് ചേർത്ത് വളരെ മനോഹരമായിട്ട് രീതിയിൽ പ്രാർത്ഥിച്ചാലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ എത്ര പുറമെയുള്ള രീതിയിലും എത്ര നമ്മൾ ത്യാഗം സഹിച്ച് പ്രാർത്ഥിച്ചാലും ഒരു കാര്യമില്ല. നമ്മുടെ പ്രാർത്ഥന ഉള്ളിൽ നിന്നുള്ളതായിരിക്കും. ഏത് പ്രാർത്ഥന എന്നുള്ളത് ഉള്ളിൽ നിന്നും വരേണ്ട ഒന്നാണ് പ്രാർത്ഥന. മറ്റൊരു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിഷയങ്ങൾക്ക് മറുപടി എന്നാൽ അത് ദൈവത്തിൽ മറക്കുന്ന ഒരു അവസ്ഥ ആയത് നമ്മുടെ ജീവിതത്തിൽ. പ്രാർത്ഥന അതിനാസ്പദമാക്കി വേറൊരു കഥ വരുന്നു. ഒരു കുടുംബത്തിൽ 2 ആൺതത്തകൾ ഉണ്ടായിരുന്നു. ആ കുടുംബത്തിലെ ആൺതത്തകൾ വളരെ അസഭ്യം പറയുന്ന തത്തകളായിരുന്നു. ആ തത്തകൾ പറയുന്നത് മറ്റൊന്നുമല്ല, ആ തത്തകൾ ഈ സമയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വരും നമുക്ക് കെട്ടിപ്പിടിച്ചിരിക്കാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തത്തകളാണ്. ഇത് കണ്ടപ്പോൾ അവിടെ ആ കുടുംബത്തിലെ കുടുംബനാഥയ്ക്ക് വളരെ വിഷമമായി. ആ കുടുംബനാഥ തന്റെ പള്ളിയിലെ അച്ഛൻ്റെ അടുത്തേക്ക് കൊടുത്തു, തത്തകൾ ഇങ്ങനെ വളരെ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വരും നമുക്ക് കെട്ടിപ്പിടിച്ചിരിക്കാം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തത്തയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അച്ഛനോട് പറയും. അപ്പൊ അച്ഛൻ പറഞ്ഞു, തത്തകളാണ്, പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ മറുപടി ഉണ്ടായാലും വരും. പക്ഷെ ആ അച്ഛനൊരു കോമഡി പറഞ്ഞു കൊടുത്തത്, മറ്റൊരു വീട്ടിൽ, തൊട്ടടുത്തൊരു വീട്ടിൽ അവിടെ ഒരു സ്ത്രീ 2 പെൺതത്തകളെ വളർത്തുന്നുണ്ട്. ആ പെൺതത്തകളിൽ ഏത് സമയം ബൈബിൾ വചനങ്ങൾ വായിച്ചുകൊണ്ടും ഏത് സമയം പ്രാർത്ഥനയിൽ ചേരിച്ചിരിക്കുന്ന 2 തത്തകളാണ്. ആ തത്തകൾ ബൈബിളിൽ വളരെയധികം അവർ ധ്യാനിക്കുകയും വളരെ പ്രാർത്ഥന വീരത്തികളായ തത്തകൾ
ഈ ആൺകത്തുകൾ പതിവ് ശൈലികളുണ്ട്. മറ്റൊന്നുമല്ല പറഞ്ഞത്, ഇത് തന്നെയാണ് പറഞ്ഞത്, വരൂ നമുക്ക് കെട്ടിപ്പിടിച്ചിരിക്കാം. ഇത് കേട്ടതും ഈ രണ്ട് പ്രാർത്ഥന വിരുദ്ധകളായ രണ്ട് പെൺകത്തുകൾ പറഞ്ഞു കൊണ്ട് തന്നെ ബൈബിൾ അവർ മാറ്റിവെച്ചിട്ട് അവർ ഈ ആൺകത്തുകളുടെ കൂടെ പോയി. കാരണം മറ്റൊന്നുമല്ല, ആ രണ്ട് പെൺകത്തുകൾ തമ്മിൽ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഇത്ര നാൾ നമ്മൾ പ്രാർത്ഥിച്ചതിന് ഒരു മറുപടി കിട്ടിയിരുന്നു പറഞ്ഞ് ആ ബൈബിൾ വലിച്ചെറിഞ്ഞ് അവർ പോവുകയാണുണ്ടായത്. പ്രാർത്ഥന നമ്മൾ അർത്ഥത്തുള്ള പ്രാർത്ഥനകൾ ആയിരിക്കണം. ഇന്ന് നാം മറ്റുള്ളവരുടെ വിഷമത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖത്തെ ഓർത്ത് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നാം അവനെ സ്നേഹിച്ചിട്ട് പ്രാർത്ഥിക്കണം. സ്നേഹിക്കാതെ പ്രാർത്ഥിച്ചാൽ, ഇവിടെ 4-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു പറയും, തന്റെ സഹോദരൻ ഭാഗ്യം ചെയ്യുന്ന കള്ളനാണ്. ഒപ്പം താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാതെ കണ്ടിട്ടില്ലാതെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. നാം അന്യനും സ്നേഹിക്കാതെ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിന് അവന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ അവനെ നാം സ്നേഹിച്ചിട്ട് നാം ഇവിടെ വന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് മറുപടി നൽകും. അതല്ല, ഹൃദയം കൊണ്ട് ഞാൻ അവനെ പകുകയും ചെയ്തിട്ട് ഇവിടെ വന്ന് വാക്കുകൾ കൊണ്ട് എന്ത് പ്രാർത്ഥിച്ചിട്ടാലും ഞാൻ ഇവിടെ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തെ ഇഷ്ടമുള്ളത് ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന തീർത്തും പരാജയമായിരിക്കും. ഇവിടെ എല്ലാം കാണുന്നത് സ്നേഹത്തെയാണ്. സ്നേഹം പുതിയ നിയമവിശ്വാസികളിൽ ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ഉപദേശങ്ങളൊന്നാണ് സ്നേഹം. പഴയ നിയമത്തിൽ തുടർന്നുള്ള വാക്യങ്ങളിൽ 24-ാം വാക്യം 3:24 കാണുന്നു, അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനെ നാം അറിയും. നാം നേരത്തെ ചിന്തിച്ചു ദൈവരാജ്യം അറിയണമെന്ന് നാം പ്രാർത്ഥിക്കും. ദൈവരാജ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗങ്ങളുണ്ടാവില്ല, ബുദ്ധിമുട്ടുകളുണ്ടാവില്ല, നീതിയോടുള്ള രാജ്യം ഇവിടെ സ്ഥാപിതമായി കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിന്റെ മക്കളാവുന്ന നമുക്ക് ഒരു ശത്രുവിന്റെ ഒരു തന്ത്രങ്ങളും ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ ദൈവരാജ്യം വരുമ്പോൾ ഇവിടെ ഉണ്ടാവില്ല. ദൈവം നമ്മളോട് കൂടെ വസിക്കുന്നെങ്കിൽ ദൈവരാജ്യം നമ്മളോട് കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നിത്യമായ ഒരു ജീവൻ നമ്മളോട് ഉണ്ടെന്നാണ്. ഇത് ഉണ്ടാവണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സ്നേഹം. ആദ്യം സഹോദരനോട് സ്നേഹം, ഒപ്പം ദൈവത്തോടെ സ്നേഹം നാം കാണിക്കേണ്ടത് സഹോദരനോടുള്ള സ്നേഹത്തിനാണ്. 131-ാം സങ്കീർത്തനം സഹോദരൻ ആ വാക്യം അറിയാം. അതിന്റെ അവസാന വാക്യം പറയുന്നു, അവിടെയല്ലോ ശാശ്വതമായ ജീവൻ ഉള്ളത്. ശാശ്വതമായ ജീവൻ ഉള്ളതെന്നുണ്ടെങ്കിൽ നിത്യമായ ജീവിതം, അതായത് ദൈവരാജ്യത്തിന് അവസാനമില്ലാത്തതാണ്. നമുക്ക് വേണ്ടി ആത്മീയതയിൽ വേറൊരു രാജ്യം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടെങ്കിലും ദൈവരാജ്യം നമ്മളിൽ വരണമെങ്കിൽ അവിടെ ഐക്യത അല്ലെങ്കിൽ കൂട്ടായ്മ, അവിടെ ഒരു മനോഹാരിത, ശുഭം എന്തായാലും അവിടെ വേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. 5-ാം അധ്യായത്തിൽ 14-ാം വാക്യം, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നത് നമുക്ക് അവനോട് ധൈര്യമാകും. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നതെന്ന് അറിയണമെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു. ഇവിടെ അപേക്ഷകളെ പറ്റിയും സ്നേഹത്തെ പറ്റിയാണ് പറയുന്നത്. അതിനു മുമ്പായി ആ പാരഗ്രാഫ് പറയുന്നതിന് 13-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് എന്തായാലും നിത്യജീവൻ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. ഇതിന്റെ യോഹന്നാൻ ഇവിടെ പറയുന്നതാണ് അവിടെ നിത്യജീവൻ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ ചിന്തിക്കേണ്ടത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നിടത്ത് ശുഭവും മനോഹരമായ അവിടെയാണ് അവിടെയാണ് ശാശ്വതമായ ജീവൻ അല്ലെങ്കിൽ നിത്യമായ ജീവൻ ഉണ്ടായിരിക്കുന്നത്. അവിടെ യഹോവ നമ്മളോട് കൂടെ വസിക്കും. ആ വസിക്കുന്നതോടൊപ്പം തന്നെ ദൈവരാജ്യം നമ്മളിൽ കൂടി സ്ഥാപിതമാവും. നാം ക്രിസ്തുവിനെ പോലെ ആകേണ്ടത് ഏറ്റവും ഉദ്ദേശമാണ്. ക്രിസ്തു പറയുന്നത് നാം എല്ലാവരും സ്നേഹിക്കണം, ശത്രുക്കളെ സ്നേഹിക്കണം എന്നാണ്. അങ്ങനെ ക്രിസ്തുവിനെ പോലെ നാം ആയിരിക്കുന്നുവെങ്കിൽ നാം പ്രാർത്ഥിച്ചാലും എന്ത് വിചാരിച്ചാലും അത് ലഭിക്കും എന്നാണ് 22-ാം വാക്യം ഇവിടെ പറയുന്നത്. എന്നാൽ നമ്മുടെ ഹൃദയമാണ് നാം ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. ഹൃദയത്തിൽ പ്രാർത്ഥന എന്നും ഹൃദയത്തിൽ നിന്ന് ജീവനുള്ളതും ആത്മാവുള്ളതുമായ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് സഹോദരന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ വിഷയത്തിനാണെങ്കിൽ പോലും അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. എന്നാൽ പ്രാർത്ഥിക്കാതെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച ഒരു ഉപമ നമ്മുടെ ബൈബിളിൽ കാണുന്നു. യേശുക്രിസ്തുവിന്റെ